ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന 2024-25 ISL സീസൺ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതിയോളം മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 14 റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. എന്നാൽ ഇതിനോടകം തന്നെ 3 പരിശീലകർക്ക് ISLൽ തങ്ങളുടെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ആദ്യം ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ കാർലസ് കോഡ്രറ്റിനെ അവർ മോശം പ്രകടനത്തെ തുടർന്ന് പുറത്താക്കി. അതിന് പകരക്കാരനായിക്കൊണ്ടാണ് ഓസ്കാറിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറയുടെ പരിശീലക സ്ഥാനം നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഹൈദരാബാദ് FC പരിശീലകനായ താങ്ബോ സിംഗ്ടോക്കും തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമായി. അതിന് പകരം ഒരു മുഖ്യ പരിശീലകനെ അവർ കൊണ്ടുവന്നിട്ടില്ല. താൽക്കാലിക പരിശീലകൻ മാത്രമാണ് ഹൈദരാബാദിലുള്ളത്. അങ്ങനെ 3 പരിശീലകർക്ക് ഇതിനോടകം തന്നെ ഈ സീസണിൽ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു പരിശീലകനെ കൂടി പുറത്താക്കാനുള്ള മുറവിളി കൂട്ടിക്കഴിഞ്ഞു ആരാധകർ. അത് മറ്റാരുമല്ല, മുംബൈ സിറ്റിയുടെ ആരാധകർ തന്നെയാണ്. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് പരാജയപ്പെട്ടത്. അതും മുംബൈ സിറ്റിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ മത്സരത്തിനിടയിലാണ് മുംബൈ സിറ്റിയുടെ പരിശീലകനായ പീറ്റർ ക്രാറ്റ്കിയെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാൻഡ് മുംബൈ സിറ്റിയുടെ ആരാധകർ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ലഭ്യമാണ്. ക്രാറ്റ്കി ഔട്ട് എന്നുള്ള ഒരു ചാൻഡാണ് അവർ മുഴക്കിയിട്ടുള്ളത്. ഈ പരിശീലകനെ പുറത്താക്കണം എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മുംബൈ സിറ്റി നിലവിൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ മോശം പ്രകടനം തന്നെയാണ്. കാരണം പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. 13 മത്സരങ്ങൾ കളിച്ചിട്ട് 5 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 20 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ തോൽവി അവരുടെ ആരാധകരെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.